ആറ്റിങ്ങൽ നഗരസഭ 2026-27 ബഡ്ജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് ചെയർപേഴ്സൺ RS രേഖയാണ് അവതരിപ്പിച്ചത്. 72,23,93,361 രൂപ വരവും 70,94,97,623 രൂപ ചിലവും 1,32,95,738 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. 72,27,93,361 രൂപ വരവും 70,94,97,623 രൂപ ചിലവും 1,32,95,738 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. ഈ കൗൺസിൽ മുൻ കൗൺസിലിൻ്റെ തുടർച്ചയാണ്. മുൻ കൗൺസിലുകളുടെ പ്രവർത്തനവും മാതൃകാപരമായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻ കൗൺസിലുകളുടെ പ്രവർത്തനങ്ങളും വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഈ കൗൺസിലിനും വഴികാട്ടിയായിരിക്കും. എന്നും വിവാദമായിരുന്ന ആറ്റിങ്ങലിൻ്റെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാൻ മൂന്നുമുക്ക് മുതൽ പൂമ്പാറ വരെയുള്ള ദേശീയപാത 4 വരിപ്പാതയാക്കി മാറ്റാൻ ഈ നഗരസഭ നടത്തിയ പ്രവർത്തനം മറ്റൊരു നഗരസഭയ്ക്ക് നടത്താൻ കഴിയുന്നതല്ല. ഒരു നഗരസഭയുടെ നേതൃത്വത്തിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ കഴിഞ്ഞത് ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് മാത്രമാണ്. നഗരസഭ ടൗൺ ഹാളിൻ്റെ അവശേഷിക്കുന്ന നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കും. നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി. അവനവഞ്ചേരിയിലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനായി 14.81 കോടി രൂപ, മാലിന്യ സംസ്കരണത്തിനായി 25 കോടി രൂപയുടെ പദ്ധതികൾ. ഇങ്ങനെ പോകുന്നു ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ. ഈ പട്ടണത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനവും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തെയും മുൻനിർത്തിയാണ് ഈ ബഡ്ജറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. ടൗണിലിപ്പോൾ അമൃതം പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകൾക്കും പൈപ്പ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അവശേഷിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ അത് കൊടുക്കുകയും ചെയ്യും. എല്ലാവിടെയും കൊടുത്തു. ഇനി അവിടെയും ഇവിടെയും നമ്പറിങ്ങിൻ്റെ പ്രശ്നം, സാങ്കേതിക വിഷയങ്ങളുള്ളതുകൊണ്ടാണ് കൊടുക്കാത്തത്. കൊടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ വീടുകളിലും സുഗമമായി വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒരുപക്ഷെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആരംഭിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. സ്ലാട്ടർ ഹൗസിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ആധുനിക സംവിധാനങ്ങളോടെയുള്ള സ്ലാട്ടർ ഹൗസാണ്. പിന്നെ ഇതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായിട്ടുള്ള പങ്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമഗ്രമായി മോടി പിടിപ്പിക്കും. നല്ല നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മോടി പിടിപ്പിക്കുന്നുണ്ട്. അവനവഞ്ചേരി ഭാഗത്ത് തടയണം. ഇന്നത്തെ സംവിധാനം വച്ചിട്ട് രൂക്ഷമായൊരു വരൾച്ച ഉണ്ടായാൽ നമ്മുടെ പമ്പിംഗ് കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭ്യമല്ലാതെ വരും. അത് പരിഹരിക്കുന്നതിന് വേണ്ടി തടയണ അത് നഗരസഭയുടെ ഫണ്ടിങ്ങിൽ മാത്രം നിൽക്കുന്നതല്ല. അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുന്ന അത് സർക്കാരിനോട്, സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടും. ബഡ്ജറ്റിന്മേലുള്ള ചർച്ച നാളെ നടക്കും.